ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ പ്രിയ എന്നൊരു കുട്ടി ജോയിൻ ചെയ്ത് ഒരു 4 മാസത്തോളമായി. ഈ 4 മാസത്തിൽ പ്രിയ ഒരുപാട് ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, വലിയ വലിയ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിസിനസ്സിനെ പറ്റി മനസ്സിലാക്കാൻ, ബിസിനസ്സിനെ പറ്റി പഠിക്കാൻ എന്തൊക്കെ അവസരങ്ങൾ കിട്ടിയതെല്ലാം പ്രിയ യൂസ് ചെയ്യും. എന്നിട്ട് ഇതെല്ലാം അറ്റൻഡ് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പം പ്രിയ പേരൊക്കെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, ആരോടൊക്കെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി സംസാരിക്കുന്നു. ഒരു ഫോൺ എടുക്കും, അവരുടെ കോൺടാക്ട് നമ്പറിലേക്ക് എത്തും, ഡയൽ ചെയ്യണോ വേണ്ടതെന്ന് ആലോചിക്കും, എന്നിട്ട് അത് സ്കിപ്പ് ചെയ്യും, അടുത്ത നമ്പറിലേക്ക്. അങ്ങനെ ഓരോ തവണ നമ്പർ സ്കിപ്പ് ചെയ്യുമ്പോഴും പ്രിയയുടെ മനസ്സിൽ അവർ വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ എത്തും, അവർ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എത്തും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ച് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും. അപ്പം പ്രിയ ഒരുപാട് ട്രെയിനിങ്സും മീറ്റിങ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയയ്ക്ക് വന്നിട്ട് എപ്പോഴും മനസ്സിനുള്ളിൽ ഒരു പേടിയുണ്ടായിരുന്നു, ഒരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം ശരി, അടുത്ത ട്രെയിനിങ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പഠിച്ചിട്ട് ഞാൻ ഇവരെ വിളിക്കാൻ തോന്നും. അപ്പോൾ അടുത്ത ട്രെയിനിങ്ങിന് വെയിറ്റ് ചെയ്യും. ആ ട്രെയിനിങ് കഴിഞ്ഞ് കഴിയുമ്പോഴും അത് ഇതേ തന്നെയായിരുന്നു സിറ്റുവേഷൻ. അപ്പം വീണ്ടും അടുത്ത ട്രെയിനിങ് ഉണ്ട്. അങ്ങനെ 4 മാസം. അങ്ങനെ 4 മാസം പോയപ്പോഴത്തേക്കും പ്രിയയുടെ ലീഡർ അപ്ലൈൻ ചോദിച്ചു, പ്രിയ നിങ്ങൾ എന്നാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പോൾ പ്രിയ കുറച്ചെല്ലാം ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഫുള്ളി കോൺഫിഡൻ്റ് ആയ ഉടനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം പ്രിയയുടെ ലീഡർ അപ്ലൈൻ പുള്ളിയെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെപ്പോലായിരുന്നു എനിക്കും ഭയങ്കര പേടിയായിരുന്നു, എൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മല്ലായിരുന്നു. എനിക്ക് കോൺഫിഡൻസ് കിട്ടിയത് ഞാൻ എപ്പോഴാണോ, എന്ത് പേടിയാണ് എന്നെ സ്റ്റോപ്പ് ചെയ്തത്, ആ പേടിക്ക് ഉപരി ഞാൻ എപ്പോഴാണോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത് അപ്പോഴാണ് എൻ്റെ പേടി മാറിയത്. ഞാൻ കാര്യങ്ങൾ ചെയ്യും തോറുമാണ് എൻ്റെ പേടി മാറിയത്. അങ്ങനെയാണ് ഞാൻ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത്. അപ്പം പ്രിയയ്ക്ക് പേടി മാറണം, കോൺഫിഡൻസ് വരണം എന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഒറ്റ വഴിയുള്ളൂ, നിങ്ങൾ ആക്ഷനിലേക്ക് ഇറങ്ങണം. കാത്തിരുന്നാൽ നിങ്ങളുടെ കൺഫ്യൂഷൻ കൂടത്തേ ഉള്ളൂ. ആക്ഷനിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ നിങ്ങൾ ആ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ പറ്റൂ. ഇത് പ്രിയ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. അന്നത്തെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രിയ വീട്ടിലേക്ക് പോയിട്ട് അവിടെ അപ്ലൈൻ പറഞ്ഞത് എന്താണെന്നുള്ളത് കുറച്ച് നേരം ആലോചിച്ചിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം, ഒന്ന് മനസ്സൊക്കെ ഒന്ന് ഇടപ്പെടുത്തി ഉടനെ ഫോണെടുത്ത് റാൻഡമായിട്ട് അവർക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി വളരെ ബ്രീഫായിട്ട് പറഞ്ഞു. അത് പറയുമ്പം പ്രിയ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് മീറ്റിംഗ്സ് ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യണമെന്നുള്ളത് വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ചെയ്യാതിരിക്കുകയാണ്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ വ്യക്തമായിട്ട് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്ന പോലെ തോന്നി. പ്രിയ ഹാപ്പി എന്ന് വെച്ചു. അപ്പം അടുത്ത ആൾ വിളിച്ചപ്പം അവിടുന്ന് പ്രിയ പ്രതീക്ഷ റെസ്പോൺസ് അല്ല കിട്ടിയത്. എങ്കിലും പ്രിയ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കൊരു കോൺഫിഡൻസ് വന്നു. കാരണം ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് 2 രീതിയിലുള്ള റെസ്പോൺസ് വരും എന്നുള്ളത് പ്രിയയ്ക്ക് വ്യക്തമായിട്ടാണ്. അടുത്തടുത്ത ആളുകളെ വിളിച്ചു. ഓരോ വ്യക്തിയെ വിളിച്ച് വയ്ക്കുമ്പോഴും പ്രിയയുടെ കോൺഫിഡൻസ് കൂടും. അവരുടെ റിസൾട്ട് അവർ ഓക്കെ പറഞ്ഞാലും അല്ലെങ്കിലും, പക്ഷേ ഓരോ തവണ ആക്ഷൻ എടുക്കുമ്പോഴും പ്രിയയുടെ കോൺഫിഡൻസ് കൂടുമായിരുന്നു. അപ്പം കോൺഫിഡൻസ് കൂടാൻ ഒറ്റ വഴിയുള്ളൂ, എക്സിക്യൂഷൻ മാത്രമാണ്. ഇന്ന് പ്രിയയെ പോലെ ഒരുപാട് ആളുകൾ നിങ്ങളുടെ ടീമിൽ കാണും. ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിലുണ്ട്. അവർ മീറ്റിംഗ് ടീം വളരെ എക്സൈറ്റഡ് ആണ്, ബിസിനസ്സിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അവർ മീറ്റിംഗ് ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യും, ഒരുപാട് നോട്ട്സ് എടുക്കും, കാര്യങ്ങൾ എത്രത്തോളം പഠിക്കാൻ പറ്റുന്നോ മാക്സിമം ആ ബിസിനസ്സിനെ പറ്റി പഠിക്കും. എന്നവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോളേജ് വൈസ് നോക്കുകയാണെങ്കിൽ അവർ എക്സ്പേർട്ടായിരിക്കും. പക്ഷേ ബിസിനസ് വൈസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു റിസൾട്ട് ഉണ്ടാവില്ല. കാരണം ആ പഠിച്ച കാര്യം അവർ എക്സിക്യൂട്ട് ചെയ്യും. ആ എക്സിക്യൂട്ട് ചെയ്യാതെ പോകാനുള്ള കാരണം അവർക്കുള്ളിലുള്ളൊരു പേടിയാണ്. റിജക്റ്റ് ആയി പോകുമോ എന്നുള്ള പേടി, ഫെയിലിയർ ആയി പോകുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ അവർ ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ ഒബ്ജക്ഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള റിജക്ഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അറിയാത്തതാണ് ഇന്ന് പലർക്കും. നല്ല കഴിവുള്ള ആളുകൾക്ക്, പൊട്ടൻഷ്യലുള്ള ആളുകൾക്ക് ബിസിനസ്സിലേക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റാത്തതിനുള്ള ഏക കാരണം ആ റിജക്ഷൻസ് വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങളുടെ ടീം ഇതുപോലെ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടീമിനെ എങ്ങനെയാണ് അവർ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നത്, അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എന്താ, അവർ എടുക്കേണ്ട ആക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് അടുത്ത എൻ്റെ വെബിനാറിൽ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ആ വെബിനാറിലേക്കുള്ള രജിസ്ട്രേഷൻ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യൂ, രജിസ്റ്റർ ചെയ്യൂ, നമുക്ക് വെബിനാറിൽ കാണാം.